4-5 മണിക്കൂർ വിറകടുപ്പിൽ വെട്ടിത്തിളക്കുന്ന ഈ ഒരു ബീഫും ബോട്ടിയും കഴിക്കാനാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോണത്. പോകുന്ന വഴിക്ക് നല്ല ഫ്രഷ് ആനപ്പിണ്ടം കണ്ടു കഴിഞ്ഞാൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കുഞ്ഞാപ്പൂന്റെ അപ്പ പറഞ്ഞിരിക്കണം. ആനക്കും തടസ്സമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നല്ല അടിപൊളി സാധനം. നമ്മളെ നാടുകാണി റോഡിന്റെ പണി മുഴുവൻ കഴിഞ്ഞു എന്ന് ആരോ പറയുന്നത് കേട്ടു. അത് കണ്ടാൽ തന്നെ മനസ്സിലാവത് മുഴുവൻ കഴിഞ്ഞിരിക്കണം എന്നുള്ളത്. എന്നാൽ ചില ഭാഗത്തുള്ള അഗാധമായ കുണ്ടും കുഴിക്കൊക്കെ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പണി നിർത്തി വെച്ചിട്ടൊന്നുമില്ല. പണി അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പണി മുഴുവനായി കഴിഞ്ഞാൽ യാത്രക്കാർക്ക് എന്തായാലും അതൊരു ആശ്വാസമൊക്കെ. ചായക്കടി വടയാണോ ഇതാണോ ഉള്ളി വടയാണോ? അടിപൊളിയാ. നവാസ് ഇവിടുത്തെ മരുമോനായതുകൊണ്ട് തന്നെ ഓന് ഇവിടുത്തെ കുണ്ടും കുഴികളും ഇവിടുത്തെ നല്ല ചായ സ്പോട്ടുകളും ഇവിടുത്തെ കടികളും എല്ലാം നവാസിനാണ്. വടയോട് കുഞ്ഞാപ്പൂന് അന്നും ഇന്നും പ്രണയമാണ്. വടക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കുഞ്ഞാപ്പൂ. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒറ്റ മൈൻഡിൽ ചാടിക്കാമെന്ന അജ്നാസിന്. പിന്നെ ഞങ്ങളെ യാത്ര തുടർന്നു. പ്രകൃതിയെയും രമണിയൊക്കെ ഒരുപോലെ ആസ്വദിച്ചു വരുന്ന സമയത്ത് കുഞ്ഞാപ്പൂന്റെ കണ്ണിൽ എന്തോ ചാടി. നവാസിന് ഇതൊന്നും ഒരു പുത്തരിയല്ലാത്ത കൊണ്ടും അതിനുവേണ്ട പ്രാഥമിക ചികിത്സയൊക്കെ ഓൻ ചെയ്യുന്നുണ്ട്. നവാസിനെ പോലത്തെ ഒരാൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളെ കണ്ണടച്ച് വിട്ടാൽ പോലും ചുരം കയറി വരുന്ന നവാസിനെ പോലെ ഒരാളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഗൈഡിന്റെ ആവശ്യമൊന്നും വന്നു. അങ്ങനെ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ച് നമ്മൂരിലെത്തിയ പെട്രോൾ അടിക്കണത് നിർബന്ധം. വില കുറവ്. പോകുന്ന വഴിക്ക് പോലീസുകാർ നിർത്തി നിങ്ങൾ ആ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്ന് ചോദിച്ചു. ഈ പോലീസുകാരുടെ ഒരു കാര്യം അറിയണോ ഞാൻ അപ്പൊ ഓലിക്കുള്ള സംഭാവന കൊടുത്ത് ഓലോടൊപ്പം ഒരു സെൽഫി എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തടി കഴിച്ചു. യാത്രയുടെ മനോഹാരിതയൊക്കെ ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ വിറകടുപ്പിലുള്ള ആ ബീഫാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ബീഫ് വെക്കുന്നതിന് ഇവിടെ കണക്കൊന്നുമില്ലാന്ന് തോന്നുന്നു. ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും അടുത്ത ട്രിപ്പ് കയറ്റിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു ഭാഗ്യക്കുറവ് ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ ബോട്ട് റെഡി ആയിട്ടില്ല. അതന്നെയാണ് ഇന്നത്തെ ഭാഗ്യം. ഈ നെയ്പ്പത്തലും ബീഫൊക്കെ ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവെക്കുമ്പോൾ തന്നെ നമ്മളെ പകുതി വയറ് നിറയും. പിന്നെ പകുതി കഴിച്ചാൽ മതിയല്ലോ. ഞാനിതൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കുന്ന തിരക്കിലാണെങ്കിൽ ഇവരിതൊക്കെ കാലിയാക്കുന്ന തിരക്കിലാണ്. 100 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയാൽ എന്താ അതിനുള്ള മുതലുണ്ട്. എന്താ ബീഫിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. അത് ഉണ്ടാക്കിയ ആൾക്കാർക്കട്ടെ ഈ ഒരു ചക്കരം. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബീഫ് വിൽക്കുന്ന കടയാണിത്. അത് നിങ്ങൾക്ക് ഈ ബീഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് വയനാട് ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളി റോഡിൽ 6-ാം മൈലുള്ള നമ്മളെ KM. അവിടുന്ന് ഇറങ്ങിയപ്പോ ഏതായാലും ഒരു ഉച്ചരൊക്കെ അയക്കണം. പിന്നെ നമ്മൾ ആശാന്റെപ്പാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഇവിടെ കയറല് മസ്റ്റാണ്. നിങ്ങളെ കൂട്ടത്തിൽ നന്മയിലേക്ക് മാത്രം നയിക്കുന്ന നിങ്ങൾ ഇതുപോലത്തെ ആശാനൊന്നും മെൻഷൻ ചെയ്യണം കേട്ടോ. ഇവിടെ ഞങ്ങൾ ഈ പോണ വീഡിയോ ഒക്കെ ഞങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ നമ്മളെ ചങ്ങായിമാര് പറയാണ് ഇതെന്താ വൈലാശ്ശേരിയാണോ എളമ്പിലാക്കോടാണോ മുണ്ടപ്പാടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ടു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആഗ്രഹം നടക്കാതിരിക്കും. അതുപോലത്തെ ഒരു ആഗ്രഹമാണ് ഈ സുഖുവേട്ടന്റെ ചായ. മൂപ്പര് മലക്ക് പോയതുകൊണ്ട് തന്നെ കട തുറന്നിട്ടില്ലേനും സാരല്ല. ഇന്നത്തെ യാത്രയിൽ ഞങ്ങളെ കുറച്ച് ആഗ്രഹവും പോലീസുകാരുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ ഒരു നാരങ്ങ സോഡയും കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞു.